ഇന്ന് പ്രതികാരത്തിന്റെ പോരാട്ടം. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യ ഇറങ്ങുകയാണ്. ഓസ്ട്രേലിയയാണ് എതിരാളികൾ. ഈ മത്സരം പ്രതികാരത്തിന്റെ പോരാട്ടം കൂടിയാകും. അഭിമാനം തിരിച്ചുപിടിക്കാൻ ഏതറ്റം വരെയും പോയേ മതിയാകൂ എന്ന നിലപാടിൽ ആണ് ഇന്ത്യ. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിലെല്ലാം വിജയം, എല്ലാവരും ഫോമിൽ. നീലപ്പടയ്ക്ക് തലവേദന ഒട്ടുമില്ല. പക്ഷേ എതിരാളികൾ ഓസ്ട്രേലിയയാണ്. ചരിത്രം നോക്കിയാൽ ഇന്ത്യ എത്ര വലിയ ഫോമിൽ നിന്ന് വന്നാലും ഓസ്ട്രേലിയയുടെ മുന്നിലെത്തുമ്പോൾ അടിപതറിയ നിമിഷങ്ങളുണ്ട്. എന്നാൽ ഇത്തവണ അതിന് സ്ഥാനമില്ല. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ ഇന്ത്യക്ക് അഭിമാനത്തിന്റെ പോരാട്ടമാണ്. അതിന് കാരണങ്ങൾ മൂന്നാണ്. ഒന്ന്, കിരീടം ഇന്ത്യ ഉറപ്പിച്ച ടൂർണമെന്റ് ആയിരുന്നു 2023 വേൾഡ് കപ്പ്. ഒറ്റ മത്സരം പോലും പരാജയമറിയാതെ ഫൈനലിൽ എത്താനും കഴിഞ്ഞു. ടീം മികച്ച ഫോമിലുമായിരുന്നു. എന്നാൽ കലാശപ്പോരിൽ അതെല്ലാം അസ്തമിച്ചു. സ്വന്തം നാട്ടിൽ ലോകകപ്പ് കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം 2, അവസാനമായി ഇന്ത്യയും ഓസ്ട്രേലിയയും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ വേദിയായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ പരാജയം അറിഞ്ഞു. ഇന്ത്യ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ട്രോഫിക്കുള്ള പ്രതികാരത്തിനായി അവസരം കാത്തു നിൽക്കുന്ന ഇന്ത്യക്ക് മുന്നിലേക്കാണ് മൈറ്റി ഓസീസ് സെമി കളിക്കാൻ എത്തുന്നത്. ഓസ്ട്രേലിയയെ ഇത്തവണ തോൽപ്പിച്ച് പകരം വീട്ടാൻ ഇന്ത്യക്ക് മുന്നിലുള്ളത് സുവർണാവസരമാണ്. കാരണം 3, ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന് ചാമ്പ്യൻസ് ട്രോഫി കൂടി കയ്യിൽ നിന്ന് പോയാൽ ഇന്ത്യൻ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങാം. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കുന്ന അവസാന ICC ട്രോഫി ആയിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ കിരീടത്തോടെ ഇവർക്ക് ICC ടൂർണമെന്റുകളോട് വിട പറയാൻ സാധിക്കുമോ എന്നതും ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. കാത്തിരിക്കാം കത്തുന്ന ആവേശ പോരാട്ടത്തിനായി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. 2:30 മത്സരം ആരംഭിക്കാൻ പോകുന്നു. സൂചിപ്പിക്കുന്നത് പോലെ പകരം വീട്ടേണ്ടത് ഇന്ത്യയുടെ ആവശ്യം എന്ന നിലയിൽ തന്നെയാണ്. രോഹിത് ശർമ്മയുടെ നിലനിൽപ്പിനും ഈ മത്സരം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. ടീമിൽ കാര്യമായ മാറ്റത്തിന് സാധ്യതയില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, നമുക്ക് ഈ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് 2023 ആ ഒരു ലോകകപ്പ് ഫൈനലുണ്ടല്ലോ, നമ്മൾ ഏവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനലാണ്. അപ്പോൾ അതിന് തലേ ദിവസം ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിരുന്ന പാറ്റ് കമിൻസ് പറഞ്ഞിരുന്നൊരു വാചകമുണ്ട്. ആ വാചകം എങ്ങനെയാണ്? ദർ ഇസ് നത്തിങ് മോർ സാറ്റിസ്ഫൈങ് ദൻ ഹിയറിംഗ് എ ബിഗ് ക്രൗഡ് ഗോ സൈലന്റ് എന്നുള്ളതാണ്. അത് ഇന്ത്യൻ മണ്ണിൽ അഹമ്മദാബാദിൽ ഓസ്ട്രേലിയ വിജയിച്ചു വരുമ്പോൾ ആ കാണികൾ എല്ലാവരെയും നിശബ്ദരാക്കുക, അതിൽ പരം സന്തോഷം നൽകുന്ന ഒന്നുമില്ല എന്നുള്ള പാറ്റ് കമിൻസിന്റെ സ്റ്റേറ്റ്മെന്റിന് പിന്നാലെ അന്നത്തെ ദിവസം വലിയ രീതിയിൽ പാറ്റ് കമിൻസിനെ ട്രോളുകയായിരുന്നു ഇന്ത്യൻ സമൂഹം. പക്ഷേ തൊട്ടടുത്ത ദിവസം ഓസ്ട്രേലിയ അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ലോകകപ്പും കൊണ്ട് ഓസ്ട്രേലിയ നമ്മുടെ കൺമുന്നിൽ നിന്ന് പോയത്. ആ ചരിത്രം ആവർത്തിക്കരുത്. അത് തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഇറങ്ങുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് കൂടി പറയട്ടെ. കാരണം ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ എല്ലാം അനുകൂലമാണ്. ബുംറ എന്ന താരത്തിന്റെ അഭാവം ഒഴിച്ചു നിർത്തിയാൽ പോലും ആദ്യത്തെ മത്സരം മുതൽ തന്നെ ബുംറയുടെ അഭാവം ഒട്ടും ടീമിൽ കാണിക്കാതെയായിരുന്നു ഇന്ത്യയുടെ തേരോട്ടം. നമ്മൾ 2011 ക്വാർട്ടർ ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി, നമ്മൾ 2011 ലോകകപ്പ് നേടിയപ്പോൾ ഓസ്ട്രേലിയ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ വിജയിച്ച് കയറുന്നത്. ബ്രട്ട്ലി ഉൾപ്പെടെയുള്ളവരെ തൂത്തുവാരി അടിച്ചുകൊണ്ട് യുവരാജ് സിംഗും സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെ തേരോട്ടം തുടങ്ങിയ 2011 ശേഷമുള്ള 4 ICC ടൂർണമെന്റുകളിൽ 2 ഇന്ത്യ വിജയിക്കുകയും 2 പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിൽ 2 പരാജയപ്പെടുന്നത് 2015 2023 2015 ആ സെമി ഫൈനൽ, 2023 ആ ഫൈനൽ. നമുക്ക് ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ 2 ടൂർണമെന്റുകളും സംഭവിച്ചതിലെ എതിരാളികൾ ഓസ്ട്രേലിയയാണ്. നമുക്ക് ഒരിക്കലും ഇതുപോലത്തുള്ള ടൂർണമെന്റുകൾ, ഈ ICC ടൂർണമെന്റുകളിൽ പ്രത്യേകിച്ചുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഓസ്ട്രേലിയ ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. പറയട്ടെ, ഇത്തവണത്തെ ഓസ്ട്രേലിയ ടൂർണമെന്റിൽ ടീമിൽ തന്നെ പ്രധാനപ്പെട്ട താരങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതും വസ്തുതയാണ്. അതുപോലെ തന്നെ ബുംറ ഇല്ലാത്തതിന്റെ അഭാവം ഇന്ത്യൻ ടീം കാണിക്കാത്തതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയൻ ടീമും അതുപോലെ തന്നെയാണ് ചെയ്തത്. കാരണം മാർക്കസ് സ്റ്റോയിനിസ് പെട്ടെന്ന് ഓഡിയയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോഴേക്കും എന്താണ് സംഭവിക്കാൻ പോകുക? അല്ലെങ്കിൽ മിച്ചൽ സ്റ്റാർക്ക് ഇല്ല, പാറ്റ് കമിൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ താരങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഓസ്ട്രേലിയ വിജയിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി സ്റ്റീവൻ സ്മിത്തിന്റെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ വിജയിച്ച് കയറുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സെമി ഫൈനലിലേക്ക് ഇന്ത്യക്കെതിരായിട്ട് പോരാട്ടം വരുന്നു. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഏകദിനത്തിൽ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാറ്റ്സ് തന്നെയാണ് കുറവ്. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിലായിക്കോട്ടെ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ എന്നും പറയേണ്ടി വരും. പക്ഷേ കണക്കുകൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാരണം എപ്പോഴും ഇന്ത്യക്ക് എത്ര മികച്ച ഫോമിലാണെങ്കിൽ പോലും ഓസ്ട്രേലിയ എതിരാളിയായിട്ട് വരുമ്പോഴേക്കും ഒരു അഭാവം വരുന്നുണ്ട്. മത്സരം ദുബായിലാണ് നടക്കുന്നത്. എപ്പോൾ ഈ ടൂർണമെന്റ് തുടങ്ങുമ്പോൾ തന്നെ ഇന്ത്യക്കെതിരെയും രോഹിത് ശർമ്മയ്ക്കെതിരെ പ്രധാനപ്പെട്ട
വിമർശനം ഇന്ത്യൻ ടീമിന് ഒരിക്കലും യാത്ര ചെയ്യേണ്ടി വരുന്നില്ല. ഒരേ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തന്നെ മത്സരങ്ങൾ നടക്കുന്നു. ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യം എന്നുള്ള വിലയിരുത്തൽ പലപ്പോഴായി മുൻ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യക്ക് നേരെ വിമർശനം ഉയർത്തിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അതിന് മറുപടിയായി രോഹിത് ശർമ്മ പറയുന്നത് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട് അല്ല, ഇത് ദുബായ് ഗ്രൗണ്ടാണ്, ഞങ്ങൾക്ക് എന്താണ് കണ്ടീഷൻസ് എന്നറിയില്ല, കാര്യങ്ങൾ അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്കും ഇത് ബുദ്ധിമുട്ടാണ് എന്നുള്ള രോഹിത് ശർമ്മയുടെ പ്രസ്താവനയും അതിന് പിന്നാലെ വരികയും ചെയ്തിരുന്നതാണ്. ഇന്നത്തെ മത്സരത്തിൽ ഒരു പുതിയ പിച്ച് തന്നെയാണ് ഒരുക്കുന്നത്. അതുകൊണ്ട് എന്താണ് പിച്ചിലെ കണ്ടീഷൻസ് എന്ന് പോലും തനിക്ക് അറിയില്ല എന്നുള്ളത് രോഹിത് ശർമ്മ പറയുകയും ചെയ്തു. ഈ സ്റ്റാറ്റ്സുകൾ എല്ലാം ഇന്നത്തെ മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ T20 വേൾഡ് കപ്പിന് പിന്നാലെ 3 താരങ്ങൾ T20യിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ, ഈ 3 പേരും റിട്ടയർ ചെയ്തതിനു ശേഷം ഈ ICC ടൂർണമെന്റുകളിൽ 2027 വരെ ഇവർ പോകുമെന്നുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 പേരുടെയും ചിലപ്പോൾ ICC ടൂർണമെന്റുകളിൽ അവസാന മത്സരം അല്ലെങ്കിൽ അവസാനത്തെ ടൂർണമെന്റ് ഈ ചാമ്പ്യൻസ് ട്രോഫിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് രോഹിത്തിനും വിരാട്ടിനും ജഡേജയ്ക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഫെയർവെൽ ആയിട്ട് തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫി അവസാനിപ്പിക്കുക, ഒരു ODI കണ്ടീഷൻസിൽ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം കഴിഞ്ഞ തവണ ജൂൺ 29 T20 ലോകകപ്പ് നമ്മുടെ കൈവെള്ളയിൽ എത്തി നിൽക്കുമ്പോഴുണ്ടായ സന്തോഷം, രാജ്യമൊട്ടാകെ കണ്ണുനീരുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അത് സന്തോഷത്തിന്റെ കണ്ണുനീര്. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിൽ എതിരാളികൾ ഓസ്ട്രേലിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനോ മാറ്റി നിർത്താനോ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കരുത്തരായ ഇന്ത്യൻ ടീമിന് എപ്പോഴും സമ്മർദ്ദം നൽകുന്ന എതിരാളികൾ ആണ് ഓസ്ട്രേലിയ എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇത്തവണയും സെമി പോരാട്ടത്തിൽ ഓസ്ട്രേലിയയാണ് എതിരാളികൾ ആയിട്ട് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് കണക്ക് തീർക്കുന്നതിനുള്ള അവസരമാണ്.